നമസ്കാരം. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നുള്ള ഒരു ചോദ്യം ഒരു സ്മാർട്ട് ടെക്നിക് ഉപയോഗിച്ച് എങ്ങനെ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. PSC പരീക്ഷകളിൽ സമയവും മാർക്കും ലാഭിക്കാം ഈ ഒരു രീതി നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കേ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടുപിടിക്കണം. സ്റ്റേറ്റ്മെന്റ് 1. സഹാറ മരുഭൂമിയിലെ ഹാർമറ്റൻ കടുത്ത ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് 2. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത താഴ്വരയിലുടനീളം ഒരു ശീതക്കാറ്റ് വീശുന്നു. ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാലോ. ശരി, നമുക്ക് ഒരുമിച്ചിതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഓരോ പ്രസ്താവനയും ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഹാർമറ്റൻ എന്ന കാറ്റിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അതിന്റെ സ്ഥലം. രണ്ട്, അതിന്റെ സ്വഭാവം. ഇത് രണ്ടും ശരിയാണോ? നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടോ? ഹാർമറ്റന്റെ വിളിപ്പേര് ദി ഡോക്ടർ എന്നാണ്. എന്താ കാരണമെന്നറിയോ? കാരണം അത് അവിടത്തെ ഈർപ്പം നിറഞ്ഞ അൺകംഫർട്ടബിളായ കാലാവസ്ഥയിൽ നിന്ന് ഭയങ്കരമായൊരു ആശ്വാസം കൊടുക്കും. അപ്പോ ചൂടും ഈർപ്പവും കുറയ്ക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. അപ്പം നമുക്കൊരു കാര്യം ഉറപ്പിച്ചു, ഒന്നാമത്തെ പ്രസ്താവന തികച്ചും ശരിയാണ്. ആ പോയിന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത പ്രസ്താവനയിലേക്ക് പോകാം. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലൂ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രത്യേകിച്ച് മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന ഒരു ഹോട്ട് വിൻഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും പെർഫെക്റ്റ്ലി കറക്റ്റാണ്. അപ്പൊ നമ്മളിപ്പോ ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണെന്ന് 100% ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. പലപ്പോഴും ഇതുപോലെയുള്ള ചോദ്യങ്ങളിൽ നമുക്കുവേണ്ടി ഒരു ട്രാപ്പ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. നമുക്കൊന്ന് നോക്കാം ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയിലെ ഒരു കാറ്റിനെക്കുറിച്ചാണ്. അതിനെ ഒരു ശീതക്കാറ്റ്, അതായത് ഒരു കോൾഡ് വിൻഡ് എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദേ, ഇവിടെയാണ് ആ ട്രാപ്പ്. റോക്കി മലനിരകളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാറ്റാണ് ചിനൂക്ക്. അതൊരു വാം വിൻഡാണ്, ഒരു ഉഷ്ണക്കാറ്റ്. മഞ്ഞിനെ പെട്ടെന്ന് ഉരുക്കുന്നതുകൊണ്ട് അതിനൊരു പേര് തന്നെയുണ്ട്, സ്നോ ഈറ്റർ അഥവാ മഞ്ഞുതീനി. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? അതൊരു ശീതക്കാറ്റാണെന്ന്. അപ്പൊ ക്ലിയറല്ലേ? ഈ പ്രസ്താവന തെറ്റാണ്. ഇതാണ് നമ്മുടെ ബ്രേക്ക് ത്രൂ. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് നമ്മൾ കൃത്യമായിട്ട് തെളിയിച്ചു. ഈ ചോദ്യം വളരെ വേഗത്തിൽ സോൾവ് ചെയ്യാനുള്ള കീ ഇതാണ്. ഇപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് ഉറപ്പായില്ലേ? അതുകൊണ്ട് ഇനി നമ്മൾ വെറുതെ ഗെസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. എലിമിനേഷൻ എന്ന വളരെ പവർഫുള്ളായൊരു ടെക്നിക് നമുക്കിവിടെ ഉപയോഗിക്കാം. നോക്കൂ, ഇതെത്ര സിമ്പിളാണെന്ന്. സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 3 ഉൾപ്പെടുന്ന ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് ഒറ്റയടിക്ക് ഒഴിവാക്കാം. അതോടെ നമ്മുടെ കയ്യിൽ ഒരേ ഒരു ഓപ്ഷനേ ബാക്കിയുള്ളൂ, ഓപ്ഷൻ ബി. അത് തന്നെയാണ് ശരിയായ ഉത്തരം. ഇത് നമ്മൾ ആദ്യം അനലൈസ് ചെയ്തതുമായി കൃത്യമായി യോജിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ശരിയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. കണ്ടില്ലേ? ഇങ്ങനെയാണ് 100% കോൺഫിഡൻസോടെ നമ്മൾ ശരി ഉത്തരത്തിലേക്ക് എത്തുന്നത്. അപ്പോ ഈയൊരു ചോദ്യം ചെയ്തതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പാഠം എന്താണ്? ഈയൊരു മെത്തേഡ് മറ്റു ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇതാണ് സ്മാർട്ട് സ്ട്രാറ്റജി. നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താൻ ശ്രമിക്കുക. ആ ഒരൊറ്റ അറിവ് വെച്ച് ഓപ്ഷനുകൾ വെട്ടിക്കളയുക. ഇത് നിങ്ങളുടെ ഒരുപാട് സമയം ലാഭിക്കും, അതുപോലെ മാർക്ക് ഉറപ്പാക്കുകയും ചെയ്യും. കേരള PSC പരീക്ഷകളിൽ ഇതുപോലെ സ്മാർട്ടായി ചോദ്യങ്ങൾ സോൾവ് ചെയ്ത് ഒരു ജോലി നേടുന്നതിനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദി.